ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പേഴ്സ് ട്രാക്കിലേക്ക് സ്വാഗതം. മലയാളം NTA UGC നെറ്റ് എക്സാം എഴുതുന്നവരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോയിൽ മലയാളം സിലബസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അഥവാ UGCയുടെ നെറ്റ് ബ്യൂറോ പബ്ലിഷ് ചെയ്തിട്ടുള്ള സിലബസിൽ മലയാളത്തിനായിട്ട് 10 ഇതളുകളുണ്ട്. ഒന്നാമത്തെ ഇതളിൽ മലയാള സാഹിത്യത്തിന്റെ പ്രാരംഭം അഥവാ 20-ാം നൂറ്റാണ്ട് വരെയുള്ള മലയാള സാഹിത്യത്തിന്റെ ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശ്യം. ഇതിൽ 6 സബ് ടോപ്പിക്സ് ഉണ്ട്. പാട്ടുപ്രസ്ഥാനം, മണിപ്രവാളം, ഇതര കാവ്യപ്രസ്ഥാനങ്ങൾ, ഗദ്യമാതൃകകൾ, മഹാകാവ്യം, സാഹിത്യക്കളരികൾ. ഇതിൽ പാട്ടുപ്രസ്ഥാനത്തിന്റെ നിർവചനം, വികാസ പരിണാമങ്ങൾ, പ്രധാനപ്പെട്ട കൃതികൾ എന്നിവയും, മണിപ്രവാളത്തിന്റെ നിർവചനം, വർഗീകരണം, വികാസ പരിണാമങ്ങൾ, ആദ്യകാല മണിപ്രവാള കൃതികൾ, മധ്യകാല മണിപ്രവാള കൃതികൾ, ഇവ തമ്മിലുള്ള വ്യത്യാസം, ഈ പ്രസ്ഥാനത്തിൽപ്പെടുന്ന കൃതികൾ എന്നിവയും. ഇതര കാവ്യ പ്രസ്ഥാനങ്ങളിൽ ഗാഥ, കിളിപ്പാട്ട്, പാന, വഞ്ചിപ്പാട്ട്, പ്രധാന കൃതികൾ എന്നിവയും. ഗദ്യമാതൃകകളിൽ ശാസന ഭാഷ, ഭാഷാ കൗടലീയം, അംബരീഷോപാഖ്യാനം, ബ്രഹ്മാണ്ഡ പുരാണം, മിഷണറി ഗദ്യം, മാപ്പിള മലയാളം എന്നിവയും. മഹാകാവ്യത്തിൽ ഖണ്ഡകാവ്യം, മുക്തകം, വിവർത്തനങ്ങൾ എന്നിവയും. സാഹിത്യക്കളരികൾ അഥവാ കേരളവർമ്മ പ്രസ്ഥാനം, കൊടുങ്ങല്ലൂർ കളരി, കാവ്യഭാഷാ ചിന്തയിൽ പ്രാസവാദവും പച്ച മലയാള രചനാവാദവും സൃഷ്ടിച്ച ചലനങ്ങൾ എന്നിവയും പഠിക്കുവാനുണ്ട്. രണ്ടാമത്തെ ഇതളിൽ 20-ാം നൂറ്റാണ്ട് മുതലുള്ള മലയാള കവിതയാണ് പഠിക്കുവാനുള്ളത്. മലയാള കവിതയുടെ 20-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശ്യം. ഇതിൽ 5 സബ് ടോപ്പിക്കുകളുണ്ട്. ഒന്നാമത്തേത് കാൽപ്പനികത, 2 കാൽപ്പനികതയുടെ അപജയം, 3 ആധുനികത, 4 ആധുനികോത്തര കവിത, 5 മലയാളത്തിലെ വിവർത്തന കവിതകൾ. കാൽപ്പനികതയിൽ പ്രാരംഭവും വികാസ പരിണാമങ്ങളും പ്രധാന കൃതികളുമാണ് ചർച്ച ചെയ്യുന്നത്. കാൽപ്പനികതയുടെ അപജയം, പ്രതികാൽപ്പനികത, സാമൂഹിക പ്രതിജ്ഞാബദ്ധതയും മലയാള കവിതയും, പ്രധാന കൃതികളും എഴുത്തുകാരും എന്നിവയും. ആധുനികതയിൽ ആഖ്യാനത്തിലും പ്രമേയത്തിലും വരുത്തിയ മാറ്റങ്ങൾ, പ്രധാന കൃതികളും എഴുത്തുകാരും എന്നിവയും. ആധുനികോത്തര കവിതയിൽ ദളിത്, സ്ത്രീ, പരിസ്ഥിതി, സൈബർ കവിതകളും. പിന്നെ മലയാളത്തിലെ വിവർത്തന കവിതകളുമാണ് രണ്ടാമത്തെ ഇതളിൽ പഠിക്കുവാനുള്ളത്. മൂന്നാമത്തെ ഇതളിൽ കഥാ സാഹിത്യമാണ്. മലയാളത്തിലെ ചെറുകഥ, നോവൽ എന്നീ സാഹിത്യ ജനുസ്സുകളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശ്യം. 2 സബ് ടോപ്പിക്കുകളാണ് ഇതിലുള്ളത്. 1 മലയാള ചെറുകഥ, 2 നോവൽ. മലയാള ചെറുകഥയിൽ ഉത്ഭവവും വളർച്ചയും, രചനാ സങ്കേതങ്ങൾ, പ്രസ്ഥാനങ്ങൾ, ആദ്യകാല കഥകൾ, നവോത്ഥാന കാല കഥകൾ, ആധുനിക കാലം, ആധുനികോത്തര കാലം, ഭാവുകത്വ പരിണാമവും മലയാള ചെറുകഥയും, ചെറുകഥാ വിവർത്തനങ്ങൾ എന്നിവയും. നോവലിൽ ഉത്ഭവവും വളർച്ചയും, ആദ്യകാലം, നവോത്ഥാന കാലം, ആധുനിക കാലം, ആധുനികോത്തര കാലം, ഭാവുകത്വ പരിണാമവും നോവലും, നോവൽ വിവർത്തനങ്ങൾ എന്നിവയുമാണ് പഠിക്കുവാനുള്ളത്. നാലാമത്തെ ഇതളിൽ ദൃശ്യകലയും സാഹിത്യവും ചർച്ച ചെയ്യുന്നു. രംഗവേദിയും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെ മുൻനിർത്തിയുള്ളതും സാഹിത്യത്തെ സവിശേഷമായി പ്രതിനിധീകരിക്കുന്നതുമായ ചോദ്യങ്ങളാണ് ഈ ഭാഗം ലക്ഷ്യമാക്കുന്നത്. ഇതിൽ 4 സബ് ടോപ്പിക്കുകളുണ്ട്. 1 ആട്ടക്കഥയും കഥകളിയും, 2 തുള്ളൽ, 3 മലയാള നാടകം, 4 തിരക്കഥയും സിനിമയും.
ആട്ടക്കഥയും കഥകളിയും എന്ന ഭാഗത്തിൽ ചരിത്രം, ആട്ടക്കഥാകൃത്തുകളും കൃതികളും, കഥകളി, രംഗാവതരണം, വേഷം, വാദ്യം, അഭിനയം, സംഗീതം, ആദ്യകാല സങ്കേതങ്ങൾ, സവിശേഷ രംഗങ്ങൾ എന്നിവയും. തുള്ളൽ എന്ന ഭാഗത്തിൽ ചരിത്രം, വിവിധ ഇനം തുള്ളലുകൾ, നമ്പ്യാരും തുള്ളൽ കൃതികളും, പിൽക്കാല തുള്ളൽ കൃതികൾ, വേഷം, വാദ്യം എന്നിവയും. മലയാള നാടകം എന്ന ഭാഗത്തിൽ പ്രാരംഭം, കൂത്തും കൂടിയാട്ടവും, ആദ്യകാല നാടകങ്ങൾ, വിവർത്തനങ്ങൾ, അനുകരണങ്ങൾ, പ്രഹസനങ്ങൾ, സ്വോദ്ദേശ്യ നാടകങ്ങൾ, ചവിട്ടുനാടകം, പാഴ്സി നാടക വേദിയും ബാലയും, സാമൂഹിക നാടകം, പ്രശ്ന നാടകം, പരീക്ഷണ നാടകം, അസംബന്ധ നാടകം, തനതു നാടകം, ദളിത് നാടകം, സ്ത്രീ നാടകം, പരിസ്ഥിതി നാടകം, രംഗവേദിയുടെ ചരിത്രം, നാടകക്കളരികൾ, നാടക സമിതികൾ എന്നിവയും. തിരക്കഥയും സിനിമയും എന്ന ഭാഗത്തിൽ ചരിത്രം, രചനാ സങ്കേതങ്ങൾ, മലയാളത്തിലെ പ്രധാന തിരക്കഥകൾ, അനുകൽപ്പനം, ചലച്ചിത്ര ഗാനങ്ങൾ, സിനിമയുടെ വിവിധ ഭാഗങ്ങൾ എന്നിവയും ചർച്ച ചെയ്യുന്നു. അഞ്ചാമത്തെ ഇതളിൽ നാടോടി വിജ്ഞാനീയമാണ് പഠിക്കുവാനുള്ളത്. ഫോക്ലോർ നിർവചനം, സിദ്ധാന്തം, സമീപനം, വർഗീകരണം, പരിണാമം എന്നിവയ്ക്ക് പുറമെ കലയുടെയും രംഗവേദിയുടെയും സാഹിത്യത്തിന്റെയും തനതു സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശ്യം. ഇതിൽ 3 സബ് ടോപ്പിക്കുകളുണ്ട്. ഫോക്ലോർ നിർവചനം, വാമൊഴി വഴക്കം, അനുഷ്ഠാന അനുഷ്ഠാനേതര നാടകങ്ങൾ. ഫോക്ലോർ നിർവചനം എന്ന ഭാഗത്തിൽ സിദ്ധാന്തം, സമീപനം, പരിണാമം, നാടോടി കലാനിർവഹണം, അനുഷ്ഠാന അനുഷ്ഠാനേതര നാടോടി കലാനിർവഹണങ്ങൾ എന്നിവയും. വാമൊഴി വഴക്കം, ശൈലി, പഴഞ്ചൊല്ല്, കടങ്കഥ, മുത്തശ്ശിക്കഥകൾ, പുരാവൃത്തങ്ങൾ, ഐതിഹ്യങ്ങൾ, നാടൻ പാട്ടുകൾ എന്നിവയും. അനുഷ്ഠാന അനുഷ്ഠാനേതര നാടകങ്ങൾ, പറണേറ്റ്, പടയണി, മുടിയേറ്റ്, ദാരികവധം, രുതിരക്കോലം, തിറ, ഗദ്ദിക, ചിമ്മാനക്കളി, കോതാമൂരിയാട്ടം, തെയ്യം, ഭൂതക്കോലം, പൊറാട്ടുകൾ എന്നിവയും ചർച്ച ചെയ്യുന്നു. ആറാമത്തെ ഇതളിൽ മലയാള നിരൂപണം എന്ന വിഭാഗമാണ്. മലയാള നിരൂപണത്തിന്റെ ഉൽപ്പത്തി, വികാസം, സ്വഭാവം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശ്യം. 5 സബ് ടോപ്പിക്കുകളുണ്ട്. പുസ്തകാഭിപ്രായം, നിരൂപണത്തിന്റെ ആദ്യഘട്ടം, പാശ്ചാത്യ നിരൂപണ സിദ്ധാന്തങ്ങളുടെ കടന്നുവരവ്, പ്രമേയവും രൂപവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മലയാള നിരൂപണത്തിലുണ്ടായ ചർച്ച, ആധുനികത തുടങ്ങിയവയാണവ. പുസ്തകാഭിപ്രായത്തിൽ നിരൂപണം, വിമർശനം, ഉപന്യാസം എന്നിവയുടെ പ്രാരംഭഘട്ടം, പത്രങ്ങളും മാസികകളും നൽകിയ സംഭാവന എന്നിവയും. നിരൂപണത്തിന്റെ ആദ്യഘട്ടം എന്ന ഭാഗത്തിൽ സാഹിത്യ പോഷണത്തിനും പരിഷ്കരണത്തിനും മലയാള നിരൂപണം നൽകിയ സംഭാവനകൾ, ആദ്യകാല നിരൂപണത്തിന്റെ സ്വഭാവം, ആദ്യകാല നിരൂപകർ പൗരസ്ത്യ നിരൂപകരുമായുള്ള ബന്ധം എന്നിവയും. പാശ്ചാത്യ നിരൂപണ സിദ്ധാന്തങ്ങളുടെ കടന്നുവരവ് എന്ന ഭാഗത്തിൽ ചെറുകഥ, നോവൽ തുടങ്ങിയ സാഹിത്യ ജനസ്സുകളെ കുറിച്ചുള്ള ധാരണ നൽകുന്നതിൽ നിരൂപണം വഹിച്ച പങ്ക് എന്നതും. പ്രമേയവും രൂപവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മലയാള നിരൂപണത്തിലുണ്ടായ ചർച്ച, സാഹിത്യത്തിന്റെ പ്രതിജ്ഞാബദ്ധതയെ പറ്റിയുള്ള ചർച്ച, പാരമ്പര്യ സാഹിത്യബോധവും വർത്തമാനകാല സാഹിത്യവും തമ്മിലുള്ള താരതമ്യം എന്നിവയും. ആധുനികതയിൽ ആധുനിക ഭാവുകത്വം രൂപപ്പെടുത്തിയതിൽ നിരൂപണത്തിനുള്ള പങ്ക്, ആധുനികാനന്തര സാഹിത്യ പ്രസ്ഥാനത്തിന്റെ കടന്നുവരവ്, നിരൂപണത്തിന്റെ വർത്തമാനകാലം, ദളിത് സ്ത്രീ പരിസ്ഥിതി വിമർശനങ്ങൾ, ജനപ്രിയ സാഹിത്യ പഠനം, സംസ്കാര പഠനം, തർജ്ജമ പഠനം, സാഹിത്യ ചരിത്ര വിജ്ഞാനീയം എന്നിവയും ചർച്ച ചെയ്യുന്നു. 7ാമത്തെ ഇതളിൽ മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ അഥവാ താഴെ കൊടുത്തിരിക്കുന്ന മറ്റ് സാഹിത്യ വിഭാഗങ്ങളുടെ സ്വഭാവവും മലയാള സാഹിത്യത്തിൽ ഇവയുടെ സ്ഥാനവും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശ്യം. ജീവചരിത്രം, ആത്മകഥ, യാത്രാ വിവരണം, സർവകലാശാലയിലെ ഗവേഷണ ചരിത്രം, വിജ്ഞാനകോശം, നിഘണ്ടു, സൈബർ സാഹിത്യം, കാരിക്കേച്ചർ, താരതമ്യ സാഹിത്യ പഠനം, വിവർത്തന പഠനം എന്നിവയാണ് ഈ ഒരു ഇതളിൽ ചർച്ച ചെയ്യുന്നത്. 8ാമത്തെ ഇതളിൽ ഭാഷാശാസ്ത്രവും വ്യാകരണവും വരുന്നു. ഭാഷാശാസ്ത്രം, വ്യാകരണം എന്നീ പഠന മേഖലകൾ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശ്യം. പ്രാചീന ഭാരതത്തിലെ ഭാഷാ പഠന രീതികൾ, പ്രയുക്ത ഭാഷാശാസ്ത്രം, ഭാഷാ കക്ഷ്യകൾ, ഭാഷാഗോത്രങ്ങൾ, സ്വനവിജ്ഞാനം, രൂപവിജ്ഞാനം, വാക്യവിജ്ഞാനം, അർത്ഥവിജ്ഞാനം, ഭാഷാഭേദ വിജ്ഞാനം, സാമൂഹിക ഭാഷാശാസ്ത്രം, പരിസ്ഥിതി ഭാഷാശാസ്ത്രം, വംശീയ ഭാഷാശാസ്ത്രം, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, ധൈഷണിക ഭാഷാശാസ്ത്രം എന്നിവയും.
മലയാള ഭാഷോൽപത്തി സിദ്ധാന്തങ്ങൾ, ദ്രാവിഡ ഭാഷകൾ, തമിഴും മലയാളവും തമ്മിലുള്ള സാജാത്യ വൈജാത്യങ്ങൾ, കക്ഷ്യ വിഭജനം, നാമങ്ങളുടെയും ക്രിയകളുടെയും കാര്യത്തിൽ മലയാളത്തിന് സംസ്കൃതത്തിൽ നിന്നുള്ള വ്യത്യാസം, മലയാള വ്യാകരണങ്ങൾ, സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, നാമരൂപം, ലിംഗം, വചനം, വിഭക്തി, വിഭക്ത്യാഭാസം, തദ്ധിതം, ക്രിയാരൂപം, പൂർണ്ണക്രിയ, അപൂർണക്രിയ, കാലം, പ്രകാരം, പ്രയോഗം, പ്രകൃതി, നിഷേധം, അനുപ്രയോഗം, ഭേദകം, സന്ധി, സമാസം എന്നിവയും ചർച്ച ചെയ്യുന്നു. 9ാമത്തെ ഇതളിൽ സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യശാസ്ത്രവുമാണ് പഠിക്കുവാനുള്ളത്. സാഹിത്യ സിദ്ധാന്തങ്ങളെയും സൗന്ദര്യ സങ്കല്പങ്ങളെയും ആധാരമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശ്യം. പ്രധാന സൈദ്ധാന്തികർ, ഗ്രന്ഥങ്ങൾ, സങ്കല്പനങ്ങൾ എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കണം. പായിരം, പൊതുപ്പായിരം തുടങ്ങി നന്നൂലിൽ പറയുന്ന കാവ്യസങ്കല്പങ്ങൾ, തൊൽക്കാപ്യത്തിലെ പൊരുളധികാരം, കാവ്യവിഭജനം, തിണസങ്കല്പം, മെയ്പ്പാട്, ഉപമ, തൊടൈ, വണ്ണം എന്നിവയും, കവി, ഭാവുകൻ, കാവ്യഹേതുക്കൾ, കാവ്യനിർവചനം, കാവ്യപ്രയോജനം, ധ്വനി, രസം, അലങ്കാരം, രീതി, ഗുണം, വക്രോക്തി, അനുമാനം, ഔചിത്യം, പ്രധാനപ്പെട്ട വൃത്തങ്ങളും അലങ്കാരങ്ങളും എന്നിവയും, ക്ലാസിസിസം, നിയോ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, നാച്ചുറലിസം, സിംബലിസം, ഇംപ്രഷണലിസം, റിയലിസം, സോഷ്യലിസ്റ്റ് റിയലിസം, മാർക്സിസം, സർറിയലിസം, എക്സ്പ്രഷനിസം, എക്സിസ്റ്റൻഷ്യലിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, മോഡേണിസം, മനോവിജ്ഞാനീയം, പോസ്റ്റ് മോഡേണിസം, അപനിർമ്മാണം, കോളനിയാനന്തരവാദം, സ്ത്രീവാദം, ദളിത് വാദം, പരിസ്ഥിതി വിജ്ഞാനീയം, ഇതര സാഹിത്യ സമീപനങ്ങൾ എന്നിവയും ഈ ഒരു ഇതളിൽ ചർച്ച ചെയ്യുന്നു. 10ാമത്തെ ഇതളിൽ കേരള സംസ്കാരമാണ് പഠിക്കുവാനുള്ളത്. അഥവാ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് സാമൂഹികവും മതപരവും രാഷ്ട്രീയവുമായ ഇടപെടലുകളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശ്യം. ഇതിൽ 5 സബ് ടോപ്പിക്കുകൾ വരുന്നു. സാംസ്കാരിക ചരിത്ര നിർമ്മിതിയുടെ ഉപാദാനങ്ങൾ, ഭൂമിശാസ്ത്രവും അധിവാസ മേഖലകളും, ഗോത്ര സംസ്കൃതി എന്നിവയും, പ്രാചീന രാഷ്ട്രീയ സംസ്കാരം, സംഘകാലം, കുലശേഖരകാലം, നാട്ടുരാജ്യങ്ങൾ, വിദേശാധിപത്യം, സ്വാതന്ത്ര്യ സമരം, ഭരണ നവീകരണം, ഐക്യ കേരള പിറവി, ജനാധിപത്യ ഭരണം എന്നിവയും, സാമൂഹിക സംസ്കാരം, കൃഷി, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ദായക്രമം, വിനോദങ്ങൾ, ജാതി വ്യവസ്ഥ, സാമ്പത്തിക ഘടന, തൊഴിൽ സംസ്കൃതി, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, പൊതുവിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, വിവിധ വിജ്ഞാന മേഖലകളും കേരള സംസ്കാരവും, കലകൾ, കേരളം 21ാം നൂറ്റാണ്ടിൽ, ആഗോളീകരണവും കേരള സംസ്കാരവും, സാംസ്കാരിക സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും, മാതൃഭാഷാ പരിപോഷണ യത്നങ്ങൾ, സാംസ്കാരിക രംഗത്തെ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എന്നിവയും, മതങ്ങളുടെ സംഭാവന, ഹിന്ദുമതം, ജൈനമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, യഹൂദമതം, മത നവോത്ഥാന പ്രസ്ഥാനങ്ങളും നായകരും, കേരള സംസ്കാരത്തിന്റെ മതേതര സ്വഭാവം എന്നിവയും, മാധ്യമ സംസ്കാരം, അച്ചടി, പ്രസാധനം, പാഠപുസ്തക നിർമ്മാണം, യാത്രാ സംവിധാനം, ആശയവിനിമയ രീതികൾ, തപാൽ, പത്രങ്ങളും മാസികകളും, റേഡിയോ, ടെലിവിഷൻ, നവമാധ്യമങ്ങൾ എന്നിവയും 10ാമത്തെ ഇതളിൽ ചർച്ച ചെയ്യുന്നു.